Hi friends, welcome back to our channel A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അതായത് നമ്മൾ ബ്യൂട്ടി പാർലറൊന്നും പോകാതെ, നമുക്ക് ബ്യൂട്ടി പാർലർ ഇപ്പോൾ പോകാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ബ്യൂട്ടി പാർലറൊന്നും പോകാതെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഒരു അടിപൊളി ഫേഷ്യൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാട്ടോ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ഫേഷ്യലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഖത്തെ നിറം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, മുഖത്തെ പാടുകളെല്ലാം മാറ്റാനും ഇത് വളരെയധികം സഹായിക്കും. സോ ഈ ഫേഷ്യൽ എന്താണെന്ന് നോക്കാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഇനി ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ ഫേഷ്യലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പപ്പായ ആണ്. കപ്പങ്ങ എന്ന് മലയാളത്തിൽ പറയും. ഇത് ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന ഒരു ഫ്രൂട്ടാണ് പപ്പായ. സോ നമ്മുടെ ഫേഷ്യലിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. സോ ക്ലെൻസറായിട്ട് ഞാൻ ഇവിടെ പപ്പായ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതും അതിൻ്റെ കൂടെ പാല് കൂടിയാണ് ചേർത്തിരിക്കുന്നത്. സോ രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് പുരട്ടി ഒന്ന് മസാജ് ചെയ്യുക. ഈ ഒരു കൂട്ട് നമ്മുടെ ഫേസിലുള്ള എക്സസ് ഓയിൽസും ഡേർട്സും എല്ലാം കളയാൻ വളരെയധികം സഹായിക്കും. കൂടാതെ പാലിലുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ മുഖം നല്ല ഡീപ്പ് ക്ലീൻ ആക്കാനും ഒരുപാട് സഹായിക്കും. ഈ ക്ലെൻസർ നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ തന്നെ പിമ്പിൾസ് വരാതിരിക്കാൻ വളരെയധികം സഹായിക്കും. ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ക്ലെൻസർ 1 മിനിറ്റോളം നമ്മുടെ മുഖത്ത് വച്ച ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാവുന്നതാണ്. ഈ ഒരു ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫേസ് നല്ല സോഫ്റ്റ് ആയ പോലെയും നല്ല സ്കിന്നിന് നല്ല ബ്രൈറ്റ്നെസ് വന്ന പോലെയും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബിംഗ് ആണ്. അതിനായിട്ട് ഞാൻ പപ്പായ പ്ലസ് റൈസ് ഫ്ലോർ അരിപ്പൊടിയും അങ്ങോട്ട് ചേർത്തിരിക്കുന്നത്. വറുക്കാത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒരു ഇത്തിരി തരി വേണം ഈ അരിപ്പൊടിക്ക്, എന്നാലേ അതൊരു സ്ക്രബ്ബറായിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഈ ഒരു മിക്സ് നമ്മുടെ മുഖത്ത് എല്ലായിടത്തും പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്യുക. പ്രത്യേകിച്ച് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ വരുന്ന ഭാഗത്ത്. ഹാർഷായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല, വളരെ സോഫ്റ്റായിട്ട് മാത്രമേ നമ്മൾ സ്ക്രബ് ചെയ്യാവൂ. അതും നമ്മൾ സ്ക്രബിങ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ 1 തവണ മാത്രമാണ് സ്ക്രബ് ചെയ്യാവൂ. പിമ്പിൾസൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നല്ല ഫോഴ്സിലൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ പിമ്പിൾസൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര സോഫ്റ്റായിട്ട് വേണം സ്ക്രബിങ് ഒക്കെ ചെയ്യാനായിട്ട്. സ്ക്രബ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻസ് എല്ലാം പോയിട്ടുണ്ടാവും. സോ നന്നായിട്ട് സ്ക്രബ് ചെയ്ത ശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. നമ്മുടെ തേർഡ് പ്രോസസ്സ് ആണ് സ്റ്റീമിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ആ ആവി മുഖത്ത് സ്റ്റീം ചെയ്താലും മതി. സ്റ്റീം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫേസിലുള്ള പോസ് എല്ലാം ഓപ്പൺ ആവുകയും അതിൻ്റെ ഉള്ളിൽ അടഞ്ഞിരിക്കുന്ന ഡേർട്സ്, ബാക്ടീരിയ, സെബം എല്ലാം പുറത്ത് കളയാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ടോക്സിൻസ് കളയാൻ സ്റ്റീമിംഗ് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒരു 3-4 മിനിറ്റ്സ് നമുക്ക് സ്റ്റീം ചെയ്ത ശേഷം നമ്മുടെ ഫേസ് പാക്കിലോട്ട് പോവാം. ഫേസ് പാക്കിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പപ്പായ, ലെമൺ പ്ലസ് ഹണി ആണ്. ഹണി നമ്മുടെ ഫേസ് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കുകയും കൂടാതെ അതൊരു മൈൽഡ് ബ്ലീച്ചിങ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ കൂട്ടാനും ഇത് വളരെയധികം സഹായിക്കും. ലെമണിലുള്ള ആസ്ട്രിജൻ ക്വാളിറ്റീസ് നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻസ് എല്ലാം നന്നായിട്ട് കളയാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലും കൂടാതെ കഴുത്തിലും നന്നായിട്ട് പുരട്ടുക. ഒരു 10 മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ വച്ച ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. കോവിഡ് കാരണം ബ്യൂട്ടി പാർലർ പോകാൻ പറ്റുന്നില്ല, ഫേഷ്യൽ ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പപ്പായ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം നിറം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല നമ്മുടെ ഫേസിലുള്ള പാടുകളെല്ലാം മാറ്റാനും ഇത് വളരെയധികം സഹായിക്കും. സോ ഫേഷ്യൽ കഴിഞ്ഞ ശേഷം ഞാൻ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോവേര ജെൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. ചിലർക്ക് ഇതൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫേഷ്യൽ ചെയ്ത ശേഷം 24 മണിക്കൂർ നമ്മൾ ഫേസിൽ ഫേസ് വാഷോ സോപ്പോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കൂടാതെ വെയിലത്തിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൺസ്ക്രീം ഉപയോഗിക്കണം. നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേഷ്യലാണിത്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.